ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എൻ വഴി കുറവു തീർക്കൂ, എൻ വഴി കുറവു തീർക്കൂ. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എന്നുഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. എന്നുഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ, നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. ഒന്നിലും ഭയപ്പെടില്ല, ഒന്നിലും ഭയപ്പെടില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. യഹോവ എൻ പരിപാലകൻ, വലഭാഗത്തെന്നും തണലും. യഹോവ എൻ പരിപാലകൻ, വലഭാഗത്തെന്നും തണലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനാകിലും. ഒന്നും എന്നെ ബാധിക്കയില്ല, ഒന്നും എന്നെ ബാധിക്കയില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും. എൻ സാക്ഷി അങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരൻ ഉയരത്തിലും.
കഴിയും, ഏഴാമത്തേതിലും കാക്കും. 6 കഷ്ടം കഴിയും, ഏഴാമത്തേതിലും കാക്കും. തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും, തിന്മ തൊടാതവൻ നന്മയാൽ കാത്തിടും. വൻകൃപയിൽ ദിനവും, വൻകൃപയിൽ ദിനവും. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി, പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും, എൻ ജാമ്യക്കാരനുയരത്തിലും. ദൈവത്തിന് സ്തോത്രം. ദൈവവചനവുമായിട്ട് അല്പനേരം നമുക്ക് ദൈവസേനയിൽ ചേർന്നിരിക്കാം. ഈ ആഴ്ച കഷ്ടാനുഭവ ആഴ്ചയാണ്. പെസഹയ്ക്ക് മുമ്പുള്ള ബുധനാഴ്ചയാണ്. കർത്താവ് 33.5 കൊല്ലക്കാലം ഈ ഭൂമിയിൽ തൻ്റെ വേല നിർവഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ പോവുകയാണ്. തൻ്റെ പിതാവായ ദൈവം അവന് കൊടുത്തിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്ത് തീർത്ത് കടന്നു പോകാനായിട്ട് പോവുകയാണ്. ഈ അവസാന കാലഘട്ടത്തിൽ കർത്താവിനുണ്ടായിരുന്ന ചിന്ത എന്തായിരിക്കും? ദൈവമേൽപ്പിച്ച ഏറ്റവും വലിയ വേല പാപിക്ക് വേണ്ടി ജീവനെ കൊടുത്ത് പാപിയെ രക്ഷിച്ച് സ്വർഗരാജ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ അവൻ അനേക അത്ഭുതങ്ങൾ കാണിച്ചു, അടയാളങ്ങൾ കാണിച്ചു. അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ജനം പറയുന്നു തച്ചൻ്റെ മകനാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. അവരുടെ പരീശന്മാരും അവരുടെ പുരോഹിതന്മാരും അവരുടെ ന്യായശാസ്ത്രിമാരും പഠിപ്പിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് പോരാഞ്ഞിട്ട് ജീവനുള്ള ദൈവത്തെ കൃത്യമായിട്ടും വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിൻ്റെ വചനമനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ്റെ അവകാശം ലഭിക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. കാണാതെ പോയ ആടുകളെ തേടിയാണ് ഞാൻ വന്നതെന്ന് കർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. ഒന്നും അവർക്ക് വേണ്ട രീതിയിലൊന്നും മനസ്സിലായില്ല. എങ്കിലും കർത്താവിൻ്റെ വചനം ഗൗരവമുള്ളതാണ്. അതനുസരിച്ചാൽ മാത്രമേ നമുക്കൊരു ദൈവകൃപ കിട്ടിയാലും ഒരു മാനസാന്തരം കിട്ടിയാലും നമുക്ക് ആ മാനസാന്തരം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അതാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് പിന്നിൽ ഒരു ദൈവം പാപിയായ മനുഷ്യനെ സ്നേഹിക്കുന്നു, അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ അതല്ല ലക്ഷ്യം. അത്ഭുതങ്ങൾ കണ്ടു എന്നുള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് രക്ഷ കിട്ടുന്നില്ല, അവൻ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നില്ല. അതിനെന്താണെന്ന് ചോദിച്ചാൽ വചനമനുസരിക്കണം. ഈ വചനമനുസരിക്കുക എന്ന് പറയുന്നിടത്താണ് എല്ലാവരും ഇടറിപ്പോകുന്നത്. വചനമനുസരിക്കണമെങ്കിൽ വചനം അനുസരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി വന്ന് പാർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വചനം അനുസരിക്കാൻ പറ്റുകയുള്ളൂ. ഈ വചനം സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല, വളരെ ഗൗരവമുള്ളതാണ്. അത് കേൾക്കാൻ വളരെ പ്രയാസമുള്ള കാര്യവുമാണ്. എന്നാൽ ദൈവാത്മാവിന് ഉള്ള മനുഷ്യന്, ജീവനം ദൈവത്തിന് വേണ്ടി കൊടുത്ത മനുഷ്യന്, ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യന്, എനിക്ക് എൻ്റെ ദൈവം എന്താണ് ചെയ്തതെന്ന് ഓർത്ത് ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടുമുള്ള മനുഷ്യനെ ഇതെല്ലാം വളരെ എളുപ്പമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം കർത്താവ് ഗൗരവമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് എപ്പോഴെങ്കിലും ഒരു തമാശ പറഞ്ഞതായിട്ട് വേറെ ഒരിടത്തുമില്ല. രോഗികളോട്, ഒന്നുമില്ലാത്തവരോട് വളരെ സഹതാപത്തോടെ ഇടപെട്ടു എന്നുള്ള ശരി തന്നെ. പക്ഷെ തൻ്റെ വചനം എപ്പോഴും ഗൗരവമുള്ളതായിരുന്നു. അത് ഒരിക്കലും ദൈവത്തിനത് കുറയ്ക്കാൻ പറ്റില്ല. ആദ്യ കാലത്തെ സുവിശേഷം മുഴുവൻ നോക്കിയാൽ തന്നെ അറിയാം, കർത്താവ് പറഞ്ഞതെല്ലാം വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. അവസാന കാലഘട്ടത്തിൽ പറയുമ്പോൾ അധികം പേരും ആ വചനം കൈക്കൊണ്ടില്ലെങ്കിലും തൻ്റെ ക്രൂശ് മരണം കൊണ്ട് പിതാവായ ദൈവം ഉദ്ദേശിച്ച കാര്യം അവൻ നിവർത്തിച്ചു.
ജ്ഞാനം ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. അതായിരുന്നു ഫൈനലായിട്ട് യേശുക്രിസ്തു ചെയ്ത വലിയ കാര്യം. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്ക് സ്വർഗരാജ്യം കിട്ടുമോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. യേശു എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു, ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല, ഇങ്ങനെ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ മതി, ഞാനും സ്വർഗത്തിലെത്തും. ഒന്നുകൂടെ പറയും, ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെന്ന് പറയുകയും ചെയ്യും. പ്രിയപ്പെട്ടത്, ഇതൊക്കെ വളരെ തെറ്റായ ചിന്താഗതിയാണ്. നമുക്ക് വചനത്തിലേക്ക് നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്, നിത്യജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്ന ചുരുക്കമത്രേ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വചനത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? എന്താണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെയാണോ ഞാൻ യാത്ര ചെയ്യുന്നത്? എനിക്കത് വളരെ എന്നെ സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം കഴിവുകൊണ്ടും സാധിക്കത്തില്ല, ദൈവകൃപ അതിന് കൂടിയേ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ എന്നുള്ള ഭാഗ്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണോ നാം? നിത്യജീവനാണോ നമ്മുടെ ലക്ഷ്യം? ഈ ഭൂമിയിൽ അല്പകാലം എനിക്ക് ആയുസ് തന്നിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും മരണശേഷം നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുതമല്ല നിത്യജീവൻ. ഭൂമി ജീവിക്കുന്ന കാലത്ത് നിത്യജീവൻ്റെ അവകാശം നേടിയെടുത്തില്ലെങ്കിൽ മരണക്കിടക്കിൽ അത് കിട്ടുകയില്ല. അപ്പോൾ ദൈവം എനിക്കൊരു ആയുസ് തന്നത് ഇവിടെ സന്തോഷമായിട്ട് ലോകപ്രകാരം എല്ലാ ഐശ്വര്യവും നേടി ജീവിക്കാനല്ല, എൻ്റെ ആത്മാവിനെ കരുതാനാണ്. നിത്യജീവൻ്റെ അവകാശം എനിക്ക് പ്രാപിക്കാനാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമാണ് ഞാൻ വന്നത്. ആ ജീവനോ സമൃദ്ധിയായ ജീവനോ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നാം കഷ്ടാനുവാഴ്ച കൊള്ളുന്നു, നാം ഉപവാസം എടുക്കുന്നു, നാം നൊയമ്പ് നോക്കുന്നു, നാം പള്ളിയിലേക്ക് ഇങ്ങനെ കൂടെ പോകുന്നു, നമ്മൾ ആത്മീയമായ പരിവേഷങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ കാര്യത്തിനകത്ത് നമ്മൾ എന്താണ് ഇടുക്കവും ഞെരുക്കവും വഴി ഞാൻ തിരഞ്ഞെടുത്തുവോ? എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ദൈവത്തിന് ഇരുന്ന് നേടിയെടുക്കുന്നുണ്ട്? എന്നെ ആത്മീയമായ എൻ്റെ ഒരു കണ്ണ് തുറന്നു കിട്ടിയോ? ഒന്നാമത്തെ കാര്യമാണ് ഈ പറഞ്ഞത്, നിത്യജീവൻ ഇവിടെ വെച്ച് പ്രാപിക്കേണ്ടതാണ്. നിത്യജീവൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ നമുക്ക് ഒരിക്കലും നിത്യജീവൻ്റെ വളർച്ചയിലേക്ക് പോകാൻ പറ്റില്ല. രണ്ടാമതൊക്കെ ചിന്തിക്കാം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യത്തിൽ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഒരു മാനസാന്തരം കിട്ടി, അനേകർക്കത് കിട്ടുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്നവർ, അതിപ്പോൾ രോഗം കൊണ്ടായിരിക്കാം, കടബാധ്യത കൊണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ല ഇതൊന്നുമില്ലെങ്കിൽ തന്നെ ആ വചനം കേൾക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടമുണ്ട്. അവർ വന്ന് കേട്ടിട്ട് കൊള്ളാമല്ലോ, ഇതാണല്ലോ ശരിയായ വഴി, ജീവൻ്റെ വഴി ഇതാണല്ലോ, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണല്ലോ മരിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സാന്തരപ്പെടുന്നവരുണ്ട്. അവർക്ക് ദൈവകൃപ കിട്ടുകയും ചെയ്യുന്നുണ്ട്, അവർക്ക് ആദ്യ സ്നേഹം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വിലയുമില്ലാതെ കിട്ടുന്ന ഈ ആദ്യ സ്നേഹം അത് നിലനിന്നങ്ങ് പോകുമെന്നാണ് അവരുടെ വിചാരം. ഇവിടെ പ്രത്യേകം പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചു, ഉഴാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു, എല്ലാം റെഡിയാക്കി. കലപ്പയ്ക്ക് കൈവച്ച ശേഷം ഉഴാൻ തുടങ്ങിയ ശേഷം പുറകോട്ട് നോക്കുന്നു, വേറെ ഏതെങ്കിലേക്ക് ലക്ഷ്യം മാറുന്നു. അവൻ കൊള്ളാവുന്നവനാണോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചിട്ട് ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയം പോയാലോ, മിസ്രൈമിലേക്ക് നമ്മുടെ ഹൃദയം പോയാലോ, ലോകത്തിലും മറ്റുള്ളവരിലേക്കും നമ്മുടെ ഹൃദയം പോയാൽ ഈ ലക്ഷ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിയും വീഞ്ഞു ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. വീഞ്ഞും നശിക്കും, തുരുത്തിയും നശിക്കും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലല്ലേ പകരുമാറുള്ളൂ. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ അന്നത്തെ കാലത്തെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ അതിപരിശുദ്ധമായ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, എൻ്റെ തുരുത്തി പഴയതാണ്. ശത്രു അവകാശം പറയുന്ന ഒരാളത്തമാണ്. പല ബന്ധനങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. പിശാച് കുടികൊള്ളുന്ന ഒരു ഹൃദയത്തിലാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് ലഭിച്ചത്.
ആ തുരുത്തി പുതുതാക്കാനായിട്ട് ഞാൻ എത്ര ശ്രമിച്ചാലും സാധിക്കുകയില്ല. എന്നാൽ ഈ പുതിയ തുരുത്തിയിൽ വേണം പുതുവീഞ്ഞ് പകരാൻ, അല്ലെങ്കിൽ ലഭിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എത്ര പേര് ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്? 50 കൊല്ലമായി ഞാൻ ഈ ആത്മീയ ഫീൽഡിൽ നിൽക്കുന്നു. എത്രയോ പേര് മാനസാന്തരപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നോക്കുമ്പം മുക്കാലും കൂടുതൽ ശതമാനം ആൾക്കാരില്ല. എന്തേ കാര്യം? തുരുത്തി പുതുതാക്കാൻ അവർ നോക്കിയില്ല. അവരുടെ ആളത്വം മോശമാണെന്ന് അറിഞ്ഞ ദൈവസേനയെന്ന്, കർത്താവേ, നിന്റെ ആത്മാവിനകത്ത് വസിക്കാൻ പറ്റില്ല, ശുദ്ധീകരണം നടക്കുകയില്ല, എൻ്റെ തുരുത്തി എനിക്ക് പുതുതാക്കി തരണം. ശത്രുവിൻ്റെ അവകാശങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ദൈവസേനയിൽ ഇരുന്ന് എങ്ങലടിച്ച് കരയണം. ശത്രു അകത്ത് കയറിയിട്ടുണ്ട് കർത്താവേ, ശത്രു ഉണ്ടിത് ആട്ടിപ്പുറത്താക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ, നിന്റെ ആത്മാവിന് കഴിയും, നിന്റെ ശക്തിക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ തുരുത്തി പുതുതാക്കുന്ന എത്ര പേരുണ്ട്? കഷ്ടാനുവാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതുവല്ലം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇതുവല്ലം നമ്മുടെ വിഷയമാണോ? എൻ്റെ ആളത്തെ ഇന്നും പഴയതാണ്, എന്നിട്ട് ആത്മാവ് ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. അത് പോഷ്കാണ്. പാപം എവിടെയുണ്ടെങ്കിലും ദൈവാത്മാവ് കാണില്ല. പാപവും വിശുദ്ധിയും ഒരുമിച്ച് പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഇന്നത്തെ ആൾക്കാർ ദൈവത്തെയും മാമോനെയും പിശാചിനെയും ഒരുമിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ലോകം വിടാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം താനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ചതിവാണ്. ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ചതിക്കപ്പെട്ടു പോവുകയാണ്. മരണക്കിടക്കയിൽ ഈ സത്യം നമുക്ക് തുറന്ന് കാണാൻ പറ്റും. അന്നേരം അന്താളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ കാര്യം, മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കപടഭക്തിയും പരിശുദ്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ പറയുമ്പോൾ പറയും, കപടഭക്തിക്കാരെ ആ കഷ്ടമെന്ന് പറഞ്ഞിട്ട് പറയാം, നിങ്ങൾ സ്വർഗരാജ്യത്ത് കടക്കുകയില്ല. എന്നാൽ അനേകരെ കടക്കാൻ ശ്രമിക്കുന്നവരെ പോലും നിങ്ങൾ കടത്തുകയില്ല. കാരണം നിങ്ങളുടെ ജീവിതം സാക്ഷ്യമുള്ളതല്ല. നിങ്ങളുടെ സാക്ഷ്യമില്ലാത്ത ജീവിതം കൊണ്ട് മാനസാന്തരപ്പെട്ടു വരുന്നവർ നിങ്ങളെ നോക്കി നിങ്ങളിൽ പിശാചിൻ്റെ അവകാശം കാണുമ്പോൾ, സാക്ഷ്യമില്ലാത്ത ജീവിതം കാണുമ്പോൾ അവർ പിന്മാറിപ്പോകുന്നു. എന്തായി പരിശുദ്ധം എന്ന് പറഞ്ഞാൽ? എന്തായി കപടഭക്തി എന്ന് പറഞ്ഞാൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നടക്കേണ്ട രക്ഷ, പാപമോചനം ഈ പരീശന്മാരെ സ്വീകരിക്കത്തില്ല. അവർക്ക് സ്വന്തമായിട്ട് ഒരു നീതീകരണമുണ്ട്. അവർ സ്വതവേ നല്ലവരാണ്, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് നല്ല പേരുണ്ട്. അവർക്ക് പ്രകടമായ പാപത്തിലേക്ക് ഒന്നും പോകുന്നവരല്ല. നല്ല ഭക്തിയുള്ള ജീവിതമാണ്. അവരെക്കുറിച്ച് നല്ല മതിപ്പാണ്. എന്നാൽ എന്നെ ദൈവം എങ്ങനെയാണ് കാണുന്നതെന്ന് കാണാൻ ദൈവസേന ഇരിക്കത്തില്ല. അതുകൊണ്ട് സാക്ഷാൽ വചനം പറയുന്നതിന് തട്ടിത്തെറിപ്പിച്ച് കളയും. ഈ പരീശന്മാർക്ക് പറ്റിയൊരു കുഴപ്പം, അവർ കടക്കയില്ലെന്ന് മാത്രമല്ല, പിന്നാലെ വരുന്നവരും അവരുടെ ജീവിതം കണ്ടിട്ട് പിന്മാറിപ്പോന്നു, കടക്കാൻ സമ്മതിക്കുന്നുമില്ല. എന്താ അന്നത്തെ കാലത്ത് എന്താ പറഞ്ഞ? നിങ്ങൾ ദേവാലയത്തിൽ വന്നാൽ മതി, യാഗം കഴിച്ചാൽ മതി, വചനമനുസരിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ അവനെ അംഗീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൻ രക്ഷയുടെ വചനം പറഞ്ഞിട്ട് അവനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതാണ് കപടഭക്തി എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഇല്ലേ ഇത്? നമുക്ക് നമ്മളെക്കുറിച്ചൊരു നല്ലൊരു മതിപ്പില്ലേ? കുറേ കാലം കഴിയുമ്പോൾ ആത്മീയർക്ക് വരുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമാണ് സ്വയസംതൃപ്തി. കുറേ പാപങ്ങളൊക്കെ വിട്ടു, കുറേ നാളുകളൊക്കെയും കഴിഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുമുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ അപകടം. പകുതി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ എന്നെ കുഴപ്പമെന്ന് അറിഞ്ഞാൽ ബാക്കി ശുദ്ധീകരണത്തിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്ന വേലയ്ക്കാണ്. അതുകൊണ്ട് എന്തു പറ്റുന്നു? നമ്മളിലുള്ള പാപങ്ങൾ പിന്നാലെ വരുന്നവരറിയുന്നുണ്ട്. എൻ്റെ കൂടെ താമസിക്കുന്ന ഭാര്യയ്ക്ക് അറിയാൻ പാടില്ല എൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉണ്ട്, സംശയമൊന്നുമില്ല. നമ്മൾ എത്ര വേല ചെയ്താലും നമ്മുടെ ഹൃദയം വിശുദ്ധമല്ലെങ്കിൽ അവിടെ ദൈവാത്മാവ് കാണുകയില്ല. നോക്കാം, മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യത്തിൽ, എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിക്കുന്നവർ രക്ഷപ്പെടും. ഈ പകയ്ക്കുക, എല്ലാവരും പകയ്ക്കുക, അത് ഏതെങ്കിലും മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യം? മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ്റെ പ്രശംസ ആഗ്രഹിക്കും. കർത്താവ് പറയുന്നു, എൻ്റെ വചനമനുസരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ സകല മനുഷ്യർ നിങ്ങളെ വെറുക്കും. ഭാര്യ വെറുക്കും, സഹോദരങ്ങൾ വെറുക്കും, അപ്പനും അമ്മയും വെറുക്കും, കൂട്ടുകാർ വെറുക്കും, നാട്ടുകാർ വെറുക്കും, സഭാ നേതൃത്വം വെറുക്കും, എല്ലാവരും വെറുക്കും. കാരണം അവർക്ക് നമ്മുടെ പോക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമായ കാര്യങ്ങളും അവർക്ക് ഒട്ടും അതും കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല.
വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുത്തു പോകുന്ന ഒരാളെ സകല മനുഷ്യരും പായിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണേ. എല്ലാവരുടെയും തോളത്തെ കയറ്റല്ലേ നമ്മൾ ജീവിക്കുന്നത്? എല്ലാവരുടെയും അംഗീകാരണം കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ആരുടെയും സ്നേഹം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ യേശുവിൻ്റെ സ്നേഹം മതി എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. വചനം അനുസരിക്കാനുള്ള കൃപ എനിക്ക് മതി കർത്താവേ എന്ന് നിലവിളിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിന് 34 വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മദ്യപാനം ഉള്ളവരാരെങ്കിലും തന്നെ കാണുകയില്ല ഈ കൂട്ടായ്മയിൽ വരുന്നവരെ. പക്ഷേ അതിഭക്ഷണമുണ്ട്. അതിനേക്കാൾ ഗൗരവമായൊരു കാര്യമുണ്ട്, ഉപജീവന ചിന്തകൾ. മദ്യപാനം പോലെ തന്നെയുള്ള പാപമാണ് അതിഭക്ഷണം. മദ്യപാനം പോലെ തന്നെ ഉള്ള വലിയ ഗൗരവമായ പാപമാണ് ഭാരം. ഇന്ന് ഭാരം എല്ലാവർക്കും ഭാരമില്ലെന്ന് ചോദിക്കുന്നത്. ഭാരമില്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഭാരപ്പെട്ടാൽ അത് അവിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അവന് കഴിവില്ലെന്നായി പറയുന്നത്. എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിവില്ലെന്നാണ് നമ്മൾ പറയുന്നത്. അവിശ്വാസം എവിടെ വന്നാലും ദൈവസ്നേഹം മാറിപ്പോകും. മാർത്തയോട് പറഞ്ഞല്ലോ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനസ്സ് കലങ്ങി നല്ല അംശം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എത്ര പേർക്കത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്? വചനമുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമല്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസ്നേഹം കരയുന്ന എത്ര പേരുണ്ട്? അധ്വാനിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പോരാടാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ആത്മീയ ജീവിതം കളിയല്ല. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒരു മരണക്കിടക്ക് എനിക്കുണ്ട്. അന്ന് എൻ്റെ ഭാര്യ സഹായിക്കുകയില്ല, എൻ്റെ ബന്ധുമിത്രാദികൾ സഹായിക്കുകയില്ല, മക്കൾ സഹായിക്കുകയില്ല, കൂട്ടായ്മയിലുള്ള ആർക്കും തന്നെ എന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഏകനായി ഞാൻ യോർദാൻ കടക്കേണ്ടി വരും. ആര് സഹായിക്കും? ഇന്ന് ഒരാളെ കയറി മുറിവ് പിടിച്ചിരിക്കുകയാണ്, നീ എൻ്റെ കൂടെ വേണം. മരണക്കിടക്കലല്ല, നല്ല കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, രോഗമില്ലാത്ത കാലത്ത്, പ്രശ്നമില്ലാത്ത കാലത്ത്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ എൻ്റെ സുഹൃത്തായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. നിന്റെ വചനപ്രകാരം ജീവിക്കാൻ ഞാൻ തീരുമാനം എടുത്തവനാണ്. എൻ്റെ കഴിഞ്ഞ കാലത്തോട് ഞാൻ യാത്ര പറഞ്ഞവനാണ്. നീ എൻ്റെ കൂടെ വേണം. നീ മരണക്കിടക്കയിൽ എന്നെ ഇട്ടിട്ട് പോകുന്നവരല്ലെന്നറിയാം. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ സമർപ്പണം ആഴമാക്കുന്ന എൻ്റെ പിന്നിലൊരു രഹസ്യം അതാണ്. ഒരു മരണക്കിടക്ക് വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ സ്വർഗം വിട്ട് താഴേക്ക് സ്തെഫാനോസിനെ സ്വീകരിക്കാൻ കർത്താവ് എഴുന്നേറ്റ് നിന്ന പോലെ എനിക്കും കിട്ടുകയില്ലേ ആ പദവി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് വലിയ വേലയൊന്നും ചെയ്തില്ല, പക്ഷെ അവൻ്റെ സമർപ്പണം, അവന് ദൈവത്തോടുള്ള ഭയവും ഭക്തിയും സ്നേഹവും, അവൻ ദൈവത്തിന് വേണ്ടി അവൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. കല്ലെറിയുന്ന കല്ലെറിഞ്ഞോട്ട് സാരമില്ല. ക്രിസ്തുവിൻ്റെ അതേ ഭാവത്തോടുകൂടി അവൻ ഈ ഭൂമിയോട്ട് കടന്നുപോയി. എനിക്ക് സാധിക്കുമോ? മരണക്കിടക്കയിൽ എൻ്റെ തനി നിറം വെളി വരും. ഇത്ര കാലം ഞാൻ എന്തിനു വേണ്ടി ജീവിച്ചു, അത് അവിടെ വെളി വരും. ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളെല്ലാം കണ്ണിന് പോയി നിരന്നു വരും. അന്ന് അന്താളിച്ച് നിന്നു പോകുന്ന ഒരു സന്ദർഭം വരും. പ്രിയപ്പെട്ടവരെ, വരും. ഈ നല്ല കാലത്ത്, ഈ ആരോഗ്യമുള്ള കാലത്ത്, ചിന്തിക്കാൻ പറ്റിയ കാലത്ത് എല്ലാ പാപവും ഏറ്റു പറഞ്ഞുകൊണ്ട് ക്രിസ്തു ആളത്വപരമായിട്ട് ഇതിനകത്ത് വന്ന് വസിച്ച് ക്രിസ്തുവിനെ കൊണ്ട് ജീവിച്ചാൽ മരണക്കിടക്കയിൽ ആ യോർദാൻ വൻകാറ്റിൽ അവനെ തള്ളിക്കളയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മത്തായി സുവിശേഷം 25 അധ്യായത്തിൻ്റെ 12 വാക്യത്തിലാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് പറയുന്നു. 10 കന്യകുമാരുടെ ഉപമയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ലോകപ്രകാരം നോക്കിയാൽ 10 പേരും നല്ലവരാണ്, സമർപ്പണമുള്ളവരാണ്, സാക്ഷ്യമുള്ളവരാണ്. ഒരു മനുഷ്യർക്കും 10 പേരെ തമ്മിൽ രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റില്ല. വലിയ വില കൊടുത്തവരാണ്. വലിയ വില കൊടുത്ത ജീവിതം മണവാളനെ എതിരേക്കാൻ വേണ്ടി മാത്രം വേർതിരിച്ചവരാണ്. ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം അതാണ്. ഇത്രയും സമർപ്പണം എൻ്റെ ജീവിതത്തിലുണ്ടോ ഞാൻ നോക്കാറുണ്ട്. ലോകമനുഷ്യൻ ജീവിക്കുന്ന ശൈലിയല്ല അവർക്കുള്ളത്. ലോകമനുഷ്യൻ്റെ യാതൊന്നും അവരെ തൊട്ടിട്ടില്ല. ഒരേ ഒരു ലക്ഷ്യം, മണവാളം വരും, മണവാളിനെ സ്വീകരിക്കാൻ കത്തുന്ന വിളക്കുമായിട്ട് എനിക്കിരിക്കണം. ഇത്ര നല്ല ഉദ്ദേശം. 10 പേര് നല്ല കൂട്ടായ്മ കിട്ടി. പക്ഷെ ആ കൂട്ടായ്മയ്ക്കകത്തും 5ഉം 5ആയിട്ട് മാറിപ്പോയി. അത് ആരും അറിഞ്ഞുമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേറെ പുസ്തകത്തിൽ ബുദ്ധി എന്നൊക്കെ പറയും. ഞാൻ ബുദ്ധി എന്നൊന്നും ഞാൻ പറയണില്ല. ആ 5 പേരുടെ ഉള്ളിലും അവരുടെ ബുദ്ധിയില്ലായ്മയെന്ന് പറയുന്നത്
യജമാനൻ വരാൻ താമസിച്ചാൽ എൻ്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കൂ. അല്പകൃപയിൽ എല്ലാവരും ആശ്രയിക്കും. ഒരു യോഗത്തിന് പോകുമ്പോൾ ലഭിക്കുന്ന കൃപ, ഒരു പ്രശ്നം വരുമ്പോൾ ലഭിക്കുന്ന കൃപ, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ലഭിക്കുന്ന കൃപ. പ്രതികൂലങ്ങളിൽ ഈ കൃപയോടെ കാണുമോ? സങ്കടകാലത്ത് ഈ കൃപയോടെ കാണുമോ? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ കൃപയോടെ കാണുമോ? ഈ കൃപ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമോ? അപ്പോസ്തലൻ പറഞ്ഞു, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് പ്രായം ഇത്രയായി, എൻ്റെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണോ, അതോ ശരീരം ക്ഷയിക്കുന്ന പോലെ അതും ക്ഷയിക്കുകയാണോ? എങ്ങനെ അറിയാം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം അത് ആരെങ്കിലും പറഞ്ഞു തരണോ? അവൻ എനിക്ക് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിനകത്ത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അവനെ അനുഭവിച്ചു പോയതല്ലേ, അവൻ്റെ ശബ്ദം ഞാൻ കേട്ടതല്ലേ, അവൻ്റെ കരം എൻ്റെ തലമേൽ വന്നതല്ലേ, അവൻ്റെ വിളിയുടെ സ്വരം ഞാൻ കേട്ടതല്ലേ, അവൻ്റെ രക്തം എൻ്റെ മേൽ വീണതല്ലേ, അവൻ്റെ ആത്മാവിനെ എനിക്ക് പകർന്നു തന്നതല്ലേ, ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ ഞാൻ ഓടി നടന്നവനല്ലേ, മുഴങ്കാലും അടയി പഠിക്കുമ്പോൾ ആ സാന്നിധ്യം ഞാൻ അനുഭവിച്ചതല്ലേ. ഇനി വേറെ എന്താ വേണ്ടത്? അവനെ വിട്ട് പറഞ്ഞ് ഇനി മിസ്രൈമിലേക്ക് പോകാനോ? അവനെ വിട്ടിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാനോ? ഒരു നാളുമില്ല പ്രിയരേ. അതിൻ്റെ വ്യക്തമായ തീരുമാനമാണ്, എൻ്റെ ദൈവത്തോടുള്ള ഉറപ്പേറിയ തീരുമാനമാണ്. ഒരു ശക്തിക്ക് അത് പുറകോട്ട് മാറ്റാൻ പറ്റില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 5 പേരുടെ ബുദ്ധിയില്ലായ്മ അവരെ എവിടേക്ക് നയിച്ചെന്നറിയാമോ? ഒരു നാൾ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് യജമാനൻ്റെ ശബ്ദം കിട്ടി. എന്താ അറിയാം, യജമാനൻ വന്നപ്പോൾ വിളക്ക് കത്തിയില്ല, അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ അറ്റൻഷനായി വേറെ പലതിൻ്റെ പിന്നാലെ പോകും. അത്രയും നാൾ കാത്തിരുന്നവർ എണ്ണ സംഭരിക്കേണ്ട കാലത്ത് കാത്തിരുന്ന കിട്ടുമായിരുന്നു. ഇപ്പൊ കട അന്വേഷിച്ച് നടക്കുകയാണ്. ഈ എണ്ണ തേടി ഓടി നടക്കുകയാണ് യജമാനൻ വന്നപ്പോൾ. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നല്ല കാലങ്ങൾ, ആരോഗ്യമുള്ള കാലത്ത്, മുഴങ്കാലം മടക്കാൻ പറ്റിയ കാലത്ത് ഈ ആത്മാവിന് വേണ്ടി കാത്തിരുന്നാൽ ഏതും കൊടുക്കില്ലായിരുന്നോ? എനിക്ക് ഇന്ന കുറവുണ്ട്, എനിക്ക് അലസതയുണ്ട്, എനിക്ക് ആത്മനിറവിന് വേണ്ടിയുള്ള ദാഹമില്ല, ഒരു ചെറിയ കൃപ എനിക്ക് കിട്ടിയാൽ മതി, പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയാൽ മതി, സാക്ഷ്യം പറയാനുള്ള കൃപ കിട്ടിയാൽ മതി, വചനം പറയാനുള്ള കൃപ കിട്ടിയാൽ മതി, ദൈനംദിന ജീവിതത്തിൽ ഒരു പേരിനൊരു കൃപ എനിക്ക് കിട്ടിയാൽ മതി. ആത്മനിറവ് നോക്കിയോ? ആത്മനിറവെന്ന് പറഞ്ഞാൽ വിലപ്പെട്ട നിധിക്ക് വേണ്ടി കാത്തിരുന്നോ? ഇല്ല. ഇന്ന് ഓടി കിടക്കുക. മണവാളം വന്നപ്പോൾ എണ്ണ തേടി ഓടി കിടക്കുക. അങ്ങനെയുള്ളവർക്കല്ല സ്വർഗരാജ്യം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സങ്കടമാണ് പ്രിയതേ. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വേദനയാണ്. ബുദ്ധിയില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. കാത്തിരിക്കുക. കുറവുകളും കുറ്റങ്ങളും എന്ത് തന്നെ ആയാലും അതവിടെ കുടഞ്ഞിട്ടുകൊണ്ട് നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. ബുദ്ധിയില്ലായ്മ എൻ്റെ ജീവിതത്തിൽ വരരുതേ, തള്ളപ്പെട്ടു പോകരുതേ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ മത്തായി സുവിശേഷം 7-ാമത്തെ വാക്യത്തിനകത്തുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്ത് സങ്കടകരമായ കാര്യമാണ്. കർത്താവിൻ്റെ അനിയിൽ വന്നിട്ട് അനേകർ വലിയ വീരവാദങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും വചനം പറഞ്ഞിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒത്തിരി വേലയെക്കുറിച്ചാണ് പറയുന്നത് മുഴുവനും. ശുദ്ധീകരണത്തിൻ്റെ കാര്യമൊന്നുമല്ല. കർത്താവിൻ്റെ അടുത്ത് വന്നാൽ പ്രാഗൽഭ്യത്തോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, പാടുപെട്ടു, ആരോഗ്യം ക്ഷയിച്ചും പണം തേച്ചും ഞാൻ വേല ചെയ്തു, അനേകർക്ക് സൗഖ്യം കൊടുത്തു, അനേകരെ മാനസാത്തിലേക്ക് നയിച്ചു എന്നൊക്കെ അവകാശവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് എന്നാ പറഞ്ഞറിയാമോ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകാനാ പറയുന്നത്. എന്നെ വിട്ടു പോകാനാ പറയണത്. ഇതാരെങ്കിലും ചിന്തിപ്പിക്കാറുണ്ട്? എൻ്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടോ? ഞാൻ ദൈവവേല ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ ജീവിതത്തിൽ അധർമ്മം ഉണ്ടോ? ശത്രു അവകാശം പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ വേലയ്ക്കല്ല ഒന്നാം സ്ഥാനം. അധർമ്മം ജീവിതത്തിൽ നിന്ന് പോകണം. എൻ്റെ ദൈവം എന്നെ നോക്കി സന്തോഷിക്കണം. എൻ്റെ ദൈവം താരസോടെ ഈ മൺകൂടാരത്തിൽ ഇറങ്ങി എന്നുകൊണ്ട് അവനാണ് വേല ചെയ്യേണ്ടത്, ഞാനല്ല. ഞാനൊരു മൺകൂടാരം, ഉടഞ്ഞു പോകുന്നൊരു മൺകൂടാരം, ഏത് സമയത്തും തീർന്നു പോകാവുന്ന ഒരു ജീവിതം. പക്ഷേ ഈ മൺകൂടാരത്തിൽ ഒരു നിക്ഷേപമുണ്ട്, ഒരു വലിയ നിധിയുണ്ട്. അത് ക്രിസ്തുവാണ്, അത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിന്ന് വേണം വേല ചെയ്യാൻ. അവിടെ സ്വയം വരില്ല, പ്രശംസ വരില്ല, ശത്രുവകാശം പറയില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വേലയിലെ ശത്രുവകാശം പറയുമോ? നിങ്ങളുടെ വേല
ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണോ? ദൈവം ആഗ്രഹിക്കുന്നതും അനുവദിക്കുന്നതുമായ വേലയാണോ? അതോ ദൈവം പറയാത്ത വേലയും ചെയ്യുന്നുണ്ടോ? ചിന്തിക്കുക. അധർമ്മമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ മാനസാന്തരം ലഭിച്ചതാണ് ഒരിക്കൽ. ഒരു വേലയൊക്കെ ഇറങ്ങി വേലയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിപ്പോയി. ശുദ്ധീകരണമാണ് വലുത്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്കിൽ ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളാൻ പറഞ്ഞു. കൊള്ളരുതാത്ത ദാസൻ എന്താണ്? അവന് 5 താലന്ത്, 3 താലന്ത്, 1 താലന്ത്, 5 10 2 4 1 താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ടു. അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. എന്താ ഈ താലന്തെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ്. തൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. അതവന് കുഴിച്ചിട്ട് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. പക്ഷെ അവൻ വ്യാപാരം ചെയ്തില്ല. എന്ത് വ്യാപാരം ചെയ്തില്ല? ആത്മനിറവിന് വേണ്ടി അവൻ കാത്തിരുന്നില്ല. അതാണ് കൊള്ളരാത്ത ദാസൻ എന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനെയും പുറത്താക്കി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇനി 22-12 ഒരു കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യൻ കല്യാണശാലയിലേക്ക് കയറിയുണ്ട്. എല്ലാവർക്കും സൗജന്യമായ വസ്ത്രം കൊടുക്കും. ഇവൻ ആ വസ്ത്രം എടുത്തില്ല. കാരണം അവന് അതിൻ്റെ ആവശ്യം തോന്നിയില്ല. സൗജന്യമായി കൊടുക്കുന്ന വസ്ത്രം അവന് വേണ്ട. അവൻ്റെ വസ്ത്രം നല്ല വസ്ത്രം വന്നേ. എനിക്ക് മാനസാന്തരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനും സ്വർഗത്തിൽ കിടക്കുമെന്നാണ് പറയണത്. കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തെ തട്ടാനാണ് പറഞ്ഞത് കർത്താവ്. എന്തായി കേൾക്കണേ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ അവസ്ഥ എന്താണ്? നീതിൻ്റെ വസ്ത്രം എനിക്ക് കിട്ടിയോ? കർത്താവിൻ്റെ ക്രൂശൻ ചുവട്ടിൽ ചെന്ന് സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു പാപക്ഷമ കിട്ടിയോ? യേശുക്രിസ്തുവിൻ്റെ രക്തം വീണുവോ? അവൻ്റെ ആത്മാവിന് എൻ്റെ മേൽ വന്നോ? അവന് കീഴ്പ്പെട്ടാണോ എൻ്റെ ജീവിതം? അവൻ്റെ കൃപയിൽ ആശ്രയിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന് 39-ാമത്തെ യേശു കരഞ്ഞുകൊണ്ട് പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴ്ക്കാക്കുന്ന പോലെ നിങ്ങളെ എൻ്റെ ഒക്കെ ചേർക്കാൻ എനിക്ക് എത്ര പെട്ട മനസ്സായിരുന്നു നമുക്ക് മനസ്സായില്ല. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടുവെന്ന് വരുന്നവരെ നിങ്ങളെൻ്റെ മുഖം കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കാണാൻ പറ്റില്ലെന്ന്. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ ഈ ഭൂമിയിലും കാണാൻ പറ്റില്ല, നിത്യയിലും കാണാൻ പറ്റില്ല. ക്രിസ്തുവാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. ഒരു കാലത്തും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ സാധ്യമല്ലാത്ത എന്നെ എൻ്റെ ദൈവം വിളിച്ച് വേർതിരിച്ച് മാനിച്ച് കഴുകിത്തന്ന അവൻ്റെ പരിശുദ്ധ രക്തത്തെ മറികടന്ന് ആരും പോകല്ലേ. അവൻ്റെ കൃപയുടെ ആത്മാവിനെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കല്ലേ. അവൻ നമുക്ക് തരുന്ന കൃപയാണ് ഈ ഭൂമിയിലെ ആയുസ്സും ആരോഗ്യവും ഈ സമാധാനവും ഈ ആത്മാവും എല്ലാം. അവന് കീഴ്പ്പെട്ടും വിനയപ്പെട്ടും നിന്ന് കഴിഞ്ഞാൽ, അവൻ്റെ വചനമനുസരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കിടന്ന് യാചിച്ചാൽ അതിനുള്ള കൃപ കിട്ടും. അത് നമുക്ക് സുന്ദരമായിട്ട് ഈ ഭൂമിയിൽ കർത്താവിനോടുകൂടി ജീവിക്കാം. അത് കഴിഞ്ഞ് ദൈവത്തോട് ജീവിക്കാം. അവൻ്റെ ക്രൂശിലെ മരണം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.